السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. സ്നേഹാദരണീയരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ വൈകിയ സമയത്ത് കുറഞ്ഞ വാക്കുകളിൽ ഏതാനും കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം. 6000 ചില്ലാനം വചനങ്ങളുള്ള 114 അധ്യായങ്ങളുള്ള 15 നൂറ്റാണ്ട് കാലമായി മാനവരാശിയെ നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ ഖുർആനിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാ, 23 വർഷക്കാലം കൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിൻ്റെ അവതരണം അള്ളാഹു നടപ്പിലാക്കിയത്. അതിനു സമാനമായി 23 വർഷക്കാലം കൊണ്ട് അൽ-ഫാത്തിഹ മുതൽ അന്നാസ് വരെയുള്ള ഖുർആനിലെ മുഴുവൻ ഭാഗങ്ങളെയും ഒരു സദസ്സിൽ ഒരേ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഒരു ഗുരുനാഥൻ അവതരിപ്പിച്ചതിൻ്റെ സന്തോഷകരമായ പൂർത്തീകരണ വേളയിലാണ് നമ്മളുള്ളത്. ഈ സമയത്ത് വിശുദ്ധമായ ഖുർആനിനെ കുറിച്ചുള്ള ഏതാനും ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. സാധാരണ 114 അധ്യായം അല്ലെങ്കിൽ 6666 വാക്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ മറ്റു പുസ്തകങ്ങളിലെ വാക്യങ്ങൾ പോലെയും അധ്യായങ്ങൾ പോലെയും അല്ല ഖുർആൻ എന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ സംവിധാനം ഉൾപ്പെടെ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു വാക്യം അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ്, ഒരു വാചകം എന്ന് പറഞ്ഞാൽ സാധാരണ എങ്ങനെയാണ് ഉണ്ടാവുക? കുറേ അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് വാക്കുകൾ ഉണ്ടാക്കും, വാക്കുകൾ ചേർത്ത് വെച്ച് വാക്യങ്ങൾ ഉണ്ടാക്കും, വാക്യങ്ങൾ ചേർത്ത് വെച്ച് പാരഗ്രാഫ് ഉണ്ടാക്കും, പാരഗ്രാഫുകൾ ചേർത്ത് വെച്ച് അധ്യായങ്ങൾ ഉണ്ടാക്കും, അധ്യായങ്ങൾ ചേർത്ത് വെച്ച് പുസ്തകമുണ്ടാക്കും. അങ്ങനെയാണ് ഇപ്പോൾ സാധാരണ നമ്മുടെ രീതി, അല്ലേ? അപ്പം നമ്മളൊരു വചനം അല്ലെങ്കിൽ ഒരു വാക്യം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കുറേ അക്ഷരങ്ങൾ ചേർത്തുള്ള വാക്കുകൾ കൊണ്ട് രൂപപ്പെട്ട ഒരു സെൻറ്റൻസിനെയാണ് നമ്മൾ ഒരു വചനം അല്ലെങ്കിൽ ഒരു വാക്യം എന്ന് മലയാളത്തിലൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അതുപോലെയല്ല ഖുർആൻ. നമ്മൾ വചനം എന്ന് പരിഭാഷ പറഞ്ഞാലും ഖുർആൻ അതിൻ്റെ സൂക്തങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പദം ആയത്ത് എന്നാണ്. ആയത്ത് ഖുർആനിൽ പലയിടത്ത് പല വിധത്തിൽ വന്നിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന പോലെ പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളെ പറ്റിയും ഖുർആൻ ആയത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാത്തിൻ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ മാറിവരവിലും ഒക്കെ നിങ്ങൾക്ക് ആയാത്തുകൾ ഉണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞത്. പ്രപഞ്ചത്തിലെ നമ്മെ ചിന്തിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തിലേക്കും അവൻ്റെ അപാരമായ കഴിവിലേക്കുമൊക്കെ നമ്മുടെ ചിന്ത പിടിച്ചുയർത്തേണ്ട ആയത്തുകളെ സംബന്ധിച്ചും ആ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചും ഖുർആൻ ആയത്ത് എന്നാണ് പറഞ്ഞത്. സൂറത്ത് യൂസുഫിലെ ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ, അവിടുത്തെ സഹോദരങ്ങളുടെ ചരിത്രത്തിൽ മാനവരാശിക്ക് ചരിത്രപരമായ പാഠങ്ങളുണ്ട് എന്ന് പറയാൻ ലഖദ് കാന ലക്കും ഫീ യൂസുഫ വ ഇഖ്വതിഹി ആയാത്തുൻ ലിസ്സായിലീൻ എന്ന് ചരിത്ര കഥനത്തെ സംബന്ധിച്ചും ഖുർആൻ ആയത്ത് എന്ന് ഉപയോഗിച്ചത് കാണാം. അതേസമയം പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളെ സംബന്ധിച്ചും ആയത്ത് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേവലം വചനം എന്ന് പറയാവുന്ന ഒരു അർത്ഥത്തിൽ ഒതുക്കാവുന്ന സാധനമല്ല ഖുർആനിലെ ആയത്ത് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സാധനം. ഒന്നുകൂടെ പറയട്ടെ, ഗ്രന്ഥസ്വരൂപത്തിലേക്ക് വരുമ്പോൾ തന്നെയും ഒരു വാക്യം അഥവാ അക്ഷരങ്ങൾ ചേർത്ത് വാക്കുകൾ കൊണ്ട് സെൻറ്റൻസ് ആയി രൂപപ്പെടുന്ന ഒരു വാചകത്തിന് പറയുന്നതല്ല ആയത്ത് എന്ന് ഖുർആനിൽ പറയുമ്പോൾ എന്നുകൂടി നാം മനസ്സിലാക്കണം. ഖുർആനിലെ ചില ആയത്തുകൾ ഒരൊറ്റ അക്ഷരമാണുള്ളത്, നൂൻ, സ്വാദ് എന്നൊക്കെ. മറ്റു ചിലപ്പോൾ 2 അക്ഷരമാണ് ഉണ്ടാവുക, ത്വഹ, ഹമീം പോലെ. ചിലപ്പോൾ ഒരു വാക്കായിരിക്കും അത്, അർ-റഹ്മാൻ പോലെ. ചിലപ്പോൾ പൂർണ്ണമായൊരു വാചകം തന്നെയായിരിക്കും, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പോലെ. അപ്പോൾ സാധാരണ ഒരു വചനം എന്ന് പറയുമ്പോൾ ഖുർആനിലെ 6666 വചനങ്ങൾ, ആ എണ്ണം വഖഫ്, എല്ലാ കാര്യങ്ങളുടെയും വഖഫുകൾ ഖുർആനിൻ്റെ അവസാനത്തെ ഓരോ എണ്ണമായി ആയത്തുകളുടെ എണ്ണമായി പരിഗണിക്കുമ്പോഴാണ് 6666 ആയത്തുകൾ എന്ന് പറയുന്നത് ശരിയാവുക. നാം ഓതാറുള്ള മുസ്ഹഫിൽ നമ്മൾ ഓതുന്ന ഖിറാഅത്ത് അനുസരിച്ച് 6236 ആയത്തുകളാണുള്ളത്. ഈ ആയത്തുകൾ എന്ന് പറയുമ്പോൾ
ഈ പറയുന്നത് പോലെ ഒരു വാക്കോ ഒരക്ഷരമോ ഒക്കെ ചേർന്നിട്ടുള്ളതാണ് ആയത്ത്. അത് തന്നെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും വലിയ അർത്ഥഗാംഭീര്യമുള്ളൊരു മഹാസമുദ്രമാണ്. ഒന്നുകൂടെ പറയട്ടെ, സൂറത്ത് എന്ന വാക്കിനെ പറ്റിയും പറയാം. സൂറത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ 114 അധ്യായങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളൊരു പുസ്തകം പരിഗണിക്കുക. നമ്മൾ കേരളത്തിൽ കാണുന്ന ജീവികളെക്കുറിച്ച് ഒരാളൊരു പുസ്തകം എഴുതി എന്ന് സങ്കല്പിക്കുക. ആ പുസ്തകത്തിൽ എന്താണ് ഉണ്ടാവുക? ആന എന്ന ടൈറ്റിൽ നോക്കിയാൽ ആനയെ പറ്റിയുള്ള വിശദീകരണമാണ് അതിലുണ്ടാവുക. അതിൻ്റെ താഴെ ഉറുമ്പിനെ പോയി തിരഞ്ഞാൽ കിട്ടൂല അല്ലേ? ഉറുമ്പിനെ പറ്റി കേൾക്കണമെങ്കിൽ ഉറുമ്പിനെ പറ്റി പറയുന്ന അധ്യായത്തിൽ പോകണം. നമ്മളൊരു ഹെഡിങ് കൊടുത്താൽ ആ ഹെഡിങ്ങിനെ വിശദീകരിച്ചു കൊണ്ടുള്ള അധ്യായങ്ങളാണ് സാധാരണയുള്ള ഗ്രന്ഥങ്ങളുടെ സ്വഭാവം. പക്ഷെ ഖുർആൻ അങ്ങനെയല്ല എന്ന് നമുക്കറിയാം. ഖുർആനിൽ അൽ ബഖറ സൂറത്ത് പശു എന്നാണ് അധ്യായത്തിൻ്റെ തലവാചകം. പക്ഷേ അതിൽ കേവലം പശു മാത്രമല്ല അതിൽ ചർച്ച. അതിൽ തുടങ്ങുന്നത് തന്നെയും വിശ്വാസികളെയും അവിശ്വാസികളെയും കപടവിശ്വാസികളെയും വേർതിരിച്ച് കാണിക്കുന്ന അടയാളങ്ങളും അവരുടെ ചരിത്രങ്ങളും കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ്. ഇങ്ങനെ പരശതം വിഷയങ്ങൾ ഒരേ അധ്യായത്തിൽ ഉൾക്കൊള്ളിക്കുന്നതിന് അധ്യായം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പദം സൂറത്ത് എന്നതിൻ്റെ പരിഭാഷയ്ക്ക് യഥാർത്ഥത്തിൽ യോജിക്കുമോ എന്ന കാര്യം നമ്മുടെ മലയാള ഭാഷയുടെ പരിമിതി അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാനേ നിവൃത്തിയുള്ളൂ എന്ന് മനസ്സിലാക്കുകയാണ് ശരി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സൂറത്ത് എന്ന് അറബിയിൽ പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ വലിയ മതിൽക്കെട്ടിന്, ഇപ്പോൾ ഈ കോമ്പൗണ്ടിന് ചുറ്റും വലിയ മതിലുണ്ട്. ഈ മതിലിന് അറബിയിൽ സൂറത്ത് എന്നാണ് പറയുക. ചൈനീസ് വൻമതിലിനെ കുറിച്ച് അറബിയിൽ പറയുമ്പോൾ സൂറത്തു സീനിൽ അളീം എന്നാണ് ഉപയോഗിക്കുക. ബെർലിൻ മതിലിനെ പറ്റി പറയുമ്പോൾ സൂറത്തു ബെർലിൻ എന്നാണ് പറയുക. അതേപോലെ ഫിഖിൻ്റെ കിതാബുകളിലൊക്കെ നമ്മൾ ജമ്മും കസറും പറയുന്ന സമയത്ത് നാടിൻ്റെ അതിര് വിട്ട് കിടക്കുന്നതിന് പറയുക സൂറുൽ ബലദ് എന്നാണ്. നാടിൻ്റെ അതിര്, നാഴികക്കല്ല്, അതിനും സൂറത്ത് എന്നാണ് പറയുക. വലിയ മലമുകളിലേക്ക് അല്ലെങ്കിൽ ഈ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് ഒരാൾ ഇതിൻ്റെ ചുമരിലൂടെ പൊത്തിപ്പിടിച്ച് കയറാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ടവറിൻ്റെ മുകളിലേക്ക് കയറുകയാണെന്ന് വിചാരിക്കുക. അതിന് തസവ്വറ എന്നാണ് അറബിയിൽ പറയുക. അപ്പോൾ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് എന്നൊരു അധ്യായത്തിന് പറയുന്ന പ്രയോഗം അങ്ങനെയാണ്. നമ്മളിൽ പലരും സിക്കന്ദർ മല കാണാൻ പോയിട്ടുണ്ടാവും. ഉംറക്കും ഹജ്ജിനും പോയ സമയത്ത് നമ്മൾ സൗർ മലയുടെ മുകളിൽ കയറിയിട്ടുണ്ടാവും. അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചുറ്റുഭാഗത്തും കാണുന്ന ഒരു പനോരമിക് വ്യൂ ഉണ്ട്, എല്ലാം കാണുന്ന അല്ലേ? സിക്കന്ദർ മലയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ വലിയ തടാകം കാണും, നല്ല പച്ചപ്പുള്ള കുറേ തോട്ടങ്ങൾ പോലുള്ള സ്ഥലം കാണും, ടൗണ് കാണും. ആ തൃപ്പനംകുളം ടൗണിലൂടെ വണ്ടികൾ ഇങ്ങനെ പോകുന്ന നിരനിരയായി വാഹനങ്ങൾ പോകുന്നത് കാണും. ചെറിയ ഉറുമ്പ് പോലെ മനുഷ്യന്മാരെ കാണാം, പാറക്കെട്ടുകൾ കാണാം. ഇങ്ങനെ പ്രവിശാലമായ പല കാഴ്ചകളും ഒന്നിച്ച് കിട്ടുന്ന ആ ഒരു പനോരമിക് വ്യൂ ഉണ്ട്. ആ വ്യൂവിനാണ് യഥാർത്ഥത്തിൽ സൂറത്ത് എന്ന് പറയുക. അപ്പോൾ ഖുർആൻ 114 സൂറത്തുകളാണെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒതുങ്ങി നിന്നിട്ടുള്ള ഒരു കഥനമല്ല അതിൻ്റെ ഉദ്ദേശം. അതിൻ്റെ അഭിസംബോധിതരായ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ മാറ്റം സൃഷ്ടിക്കാൻ ആവശ്യമായ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും കൂടിയിട്ടുള്ളതാണ് പരിശുദ്ധമായ ഖുർആൻ. അപ്പോൾ 6000-ൽ ചില്ലാനം ആയത്തുകൾ എന്ന് പറയുമ്പോൾ 114 അധ്യായങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിലുള്ളൊരു പുസ്തകത്തിലെ അധ്യായവും സാധാരണഗതിയിലുള്ളൊരു പുസ്തകത്തിലെ വചനവുമല്ല അതിൻ്റെ പ്രമേയവും ശൈലിയും എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ ഊഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വളരെ നന്നായി നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചില കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമുക്കറിയാം പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എപ്പോഴും സാധാരണ ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാറുള്ള സാധാരണക്കാരായ ആളുകൾ വരെ കേട്ട് പഠിച്ചു പോയിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരായത്താണ് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന്. അതിന് നമ്മൾ എന്താണ് അർത്ഥം പറയാറുള്ളത്? പരിശുദ്ധമായ ഖുർആനിനെ അവതരിപ്പിച്ചത് നാമാണ്, നാം തന്നെ ഇതിൻ്റെ സംരക്ഷണവും നിർവഹിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത കാര്യമാണ് ആ ആയത്തിൻ്റെ ഉള്ളടക്കം. പക്ഷേ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ചത് നമ്മളാണ് എന്ന് പറയുമ്പോഴും അവിടെ നമ്മൾ അറബിയിൽ വായിക്കുന്നിടത്ത് ഖുർആൻ എന്ന പദം കാണുന്നില്ല. അവിടെ ഉപയോഗിച്ചിട്ടുള്ള പദം അദ്ദിക്ർ എന്നാണ്. അദ്ദിക്ർ എന്ന പദം ഖുർആനിൽ പലയിടത്ത് പല രൂപത്തിൽ വന്നിട്ടുണ്ട്. ചിലയിടത്ത് അത് പറയുക എന്ന അർത്ഥത്തിന് വരും, ചിലപ്പോൾ അത് ഓർമ്മിക്കുക എന്ന അർത്ഥത്തിന് വരും, ചിലപ്പോൾ ഓർത്തു പറയുക എന്ന അർത്ഥത്തിന് വരും, ചിലപ്പോൾ കഠിനാധ്വാനം ചെയ്ത് വർഷങ്ങളോളം അധ്വാനിച്ച് ജ്ഞാനം സമ്പാദിച്ച് വെച്ച ആളുകൾ അത് കൈമാറുന്നതിനെ പറ്റി പറയും. നമുക്ക് കാണാം വസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. അവിടെ ഖുർആൻ ഉപയോഗിച്ചത് വസ്അലു അഹ്ലൽ ഇൽമി ഇൻ കുൻതും ലാ തഅലമൂൻ എന്നല്ല. നിങ്ങൾക്കൊരു കാര്യം അറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂ എന്നല്ല.
ആ അറിവ് അനുസരിച്ച് പറഞ്ഞു തരാൻ കഴിവുള്ള ആളുകളോട് ചോദിക്കൂ എന്നാണ് ഖുർആന്റെ പ്രയോഗം. അപ്പോൾ അവിടെ അൽ ഇൽമു എന്നതിന് പകരം അദ്ദിഖർ എന്ന് ഉപയോഗിച്ചു. അതെന്താണ്? പറഞ്ഞു തരാൻ ശേഷിയുള്ള ഇൽമിന്റെ ഉടമസ്ഥൻ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാ നഹ്നു നസ്സൽന അദ്ദിഖറ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്നാണ് പറഞ്ഞത്. അവിടെ ഓർമ്മയുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന പദമാണ് അവിടെ ഉപയോഗിച്ചത് എന്ന് പറയാനാണ് ഞാനത് ഓർമ്മയിലേക്ക് കൊണ്ടുവന്നത്. ഒന്നുകൂടെ പറയട്ടെ, അതിനെ നാം സംരക്ഷിക്കും എന്ന് പറയാൻ ഉപയോഗിച്ചിട്ടുള്ള പദം അൽ ഹാഫിളൂൻ എന്നാണ്. ഈ പദവും ഖുർആനിൽ പലയിടത്ത് പല വിധത്തിലാണ് വന്നത്. ഹാഫിളീന അലാ ഫുറൂജിഹിം, ഒരിടത്ത് കാണാം ഹാഫിളീന അലാ ഫുറൂജിഹിം. ഹാഫിളീന അലാ ഫുറൂജിഹിം എന്ന് പറഞ്ഞാൽ ലൈംഗികമായ സദാചാര ശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ എന്നാണ് അർത്ഥം. അപ്പോൾ അള്ളാഹു നിഷിദ്ധമാക്കിയ വഴികളിലൂടെ തങ്ങളുടെ ലൈംഗികാവയവങ്ങൾ പ്രയോജനപ്പെടുത്താത്ത ആളുകൾ എന്ന് പറയാനാണ് അവിടെ ഹാഫിളീന എന്ന് ഉപയോഗിച്ചത്. അതുപോലെ ഹാഫിളൂ അലസ്വലവാതി വസ്വലാത്തിൽ വുസ്ത, സ്വലാത്തുൽ വുസ്ത എന്നതുകൊണ്ട് ഉദ്ദേശം അസ്ർ നിസ്കാരമാണ് എന്ന് ധാരാളം മുഫസ്സിരീങ്ങൾ ഒരർത്ഥം അതിന് സൂചിപ്പിച്ചത് കാണാം. ഞാൻ തൽക്കാലം അവിടെ നിന്ന് പറയാം. ഹാഫിളൂ അലസ്വലവാതി വസ്വലാത്തിൽ വുസ്ത, നിസ്കാരങ്ങളുടെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ എന്ന് പറയാനും ഖുർആൻ അവിടെ ഹിഫ്ള് എന്ന് പറയുന്ന പദമാണ് ഉപയോഗിച്ചത്. ഇപ്പം രണ്ടർത്ഥത്തിന് നമ്മൾ ഹിഫ്ള് എന്ന വാക്ക് കാണുകയാണ്. ഒന്ന്, ഹറാമായ കാര്യങ്ങളിലേക്ക് പോകാതെ നമ്മെ സ്വയം പ്രതിരോധിച്ച് നിർത്തുന്നതിന് വേണ്ടിയാണ് ആദ്യം പറഞ്ഞതെങ്കിൽ ഇപ്പോൾ പറഞ്ഞത് നിർബന്ധമായ കാര്യങ്ങളിൽ നമുക്ക് അക്ഷന്തവ്യമായ ശ്രദ്ധ വേണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഹിഫ്ള് എന്ന് പറഞ്ഞത്. ഇതേ പദമാണ് നമ്മൾ മനഃപ്പാടമാക്കുക എന്നും പറയാറുള്ളത്. ഹാഫിളുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ അവിടെ ഖുർആനെ നിലത്ത് വെക്കാതെ അല്ലെങ്കിൽ ബഹുമാനിക്കാതെ നടക്കരുത് എന്നല്ല അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അത് വുളുവോടുകൂടി തൊടണം എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് നമ്മുടെ ഹൃദയ മുദ്രണം അത് നിർവഹിച്ച് ഖൽബിൽ സൂക്ഷിക്കുന്നതിനെ പറ്റിയാണ്. ഈ പദം ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാ നഹ്നു നസ്സൽന അദ്ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആന്റെ സംരക്ഷണം പ്രഖ്യാപിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അവിടെ ഉപയോഗിച്ചിട്ടുള്ള രണ്ട് പദങ്ങളും ശ്രദ്ധിക്കുക. ഒന്ന് അദ്ദിക്ർ, അത് ഓർമ്മയുമായി കണക്ട് ചെയ്താണ് നമ്മൾ ഖുർആൻ എന്ന് അതിനർത്ഥം പറയുമ്പോഴും. രണ്ടാമത്തത് ഹാഫിളൂൻ എന്ന് പറയുന്നിടത്ത് ഹിഫ്ള്, അതും ഓർമ്മയുമായി കണക്ട് ചെയ്തതാണ്. ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പറയാം. ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുള്ള പല സംഭവങ്ങളും നമ്മൾ എങ്ങനെയാണ് അറിഞ്ഞത്? നമ്മൾ പറയും ചരിത്രരേഖയിലൂടെയാണ് എന്ന്. ഹിസ്റ്റോറിക്കലായിട്ടുള്ള എവിഡൻസസ് ലഭ്യമായത് കൊണ്ടാണ് എന്ന്. എങ്ങനെയാണ് ചരിത്രരേഖ? എന്താണ് ഒരു സാധനത്തിൻ്റെ ആധികാരികത? ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു കാര്യം, ഒരു സംഭവം അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ രണ്ട് രീതികളാണ് അവലംബിക്കുക. ഒന്ന് കൃതി, മറ്റേത് സ്മൃതി. കൃതി എന്ന് പറഞ്ഞാൽ എഴുതി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഏറ്റവും ആധികാരികമായി വിശ്വസിക്കാവുന്ന ഏറ്റവും അവലംബനീയമായ രീതിയാണ് എഴുതി കൈമാറുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് എഴുതി കൈമാറി കിട്ടിയ മാനുസ്ക്രിപ്റ്റുകൾ കണ്ടെത്തുന്നതിനെ പറ്റി, പലതിൻ്റെയും കയ്യെഴുത്ത് പ്രതികൾ കണ്ടെത്തുന്നതിനെ പറ്റി വളരെ ഗൗരവത്തോടു കൂടിയാണ് പണ്ഡിത ലോകം ചർച്ച ചെയ്യാറുള്ളത്, അല്ലേ? 1400 വർഷമോ 1500 വർഷമോ 3000 വർഷമോ 4000 വർഷമോ ഒക്കെ ഉള്ള പലതും കണ്ടെത്തുമ്പോൾ അത് അത്രത്തോളം പഴക്കമുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള റേഡിയോ കാർബൺ ഡേറ്റിംഗ് സിസ്റ്റം പോലെയുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അങ്ങനെ കിട്ടുന്നൊരു കാര്യത്തിൻ്റെ ആധികാരികത, നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ജോലിക്ക് ചെന്നാൽ നമ്മളൊരു പക്ഷേ ആ സ്ഥാപനത്തിൻ്റെ മേധാവിയും നമ്മളും തമ്മിലുള്ള സംസാരത്തിൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് തന്നു എന്ന് പറഞ്ഞാലും അവിടെ ഒരു ജോബ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്നു. എന്തിനാണ്? ഡോക്യുമെൻറ്റഡ് ആകുമ്പോൾ അതിന് ആധികാരികത കൂടുന്നു എന്നാണ്. ഞാൻ നിനക്ക് വിറ്റു, നീ എനിക്ക് ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഈജാബും കബൂലും കൊണ്ട് എന്തായി? കച്ചവടം ക്ലിയറായി. എന്നാലും നമ്മളൊരു സ്ഥലം വാങ്ങിയാൽ, ഒരു വസ്തു വാങ്ങിയാൽ നമ്മൾ ആധാരം എഴുതി തയ്യാറാക്കുന്നു. കാരണം ഏറ്റവും ആധികാരികമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഡോക്യുമെൻറ്റഡ് ആയിട്ട് രേഖയായിട്ട് ഒരു സാധനത്തിന് കൈമാറുക എന്ന് പറയുമ്പോൾ അതിൻ്റെ വിശ്വാസ്യത വർദ്ധിക്കുന്നു എന്നതാണ് അതിൻ്റെ കാരണം. അതേസമയം ഒരാൾ മറ്റൊരാളോട് ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ, ഞാൻ ഓർമ്മിക്കുന്നു പണ്ട് ബുഖാരിയിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു വ്യക്തിത്വ വികസന ക്ലാസ് എടുക്കാൻ വേണ്ടി ഷാജു ജമാലുദ്ദീൻ എന്ന് പറയുന്ന ഒരാളെ PMK ഫൈസി ഉസ്താദ് കൊണ്ടുവന്നു. അങ്ങനെ ആ ക്ലാസ്സിൽ അദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ വിളിച്ചിട്ട് ഒരാളോട് ചെവിയിൽ ഒരു കഥ പറഞ്ഞു. ആ കഥ ഇങ്ങനെ മറ്റുള്ളവരോടൊക്കെ കൈമാറാൻ വേണ്ടി പറഞ്ഞൊരു ടെക്നിക്കാണ് സാധാരണ ഇങ്ങനത്തെ ക്ലാസ്സുകളിലൊക്കെ പ്രയോഗിക്കാറുള്ളത്. ആ കഥ പറഞ്ഞ് എനിക്ക് കിട്ടിയ കഥ അടുത്ത ആളിലേക്ക് കൈമാറിയ കൂട്ടത്തിൽ ഒരാളാണ് ഞാനും. അവസാനത്തെ ആളോട് പറഞ്ഞു ഈ കേട്ട കഥ പറയാൻ.
ആ പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ ആളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു കഥയാണ് അവസാനം വന്നപ്പോൾ കിട്ടിയത്. കാരണം ഇത് ആ സമയത്ത് തന്നെ അടുത്ത ആളിലേക്ക് കൈമാറിയപ്പോൾ തന്നെ അതിൽ മാറ്റം വന്നു. പകുതി മുങ്ങി, പുതിയതെന്തൊക്കെയോ പൊങ്ങി, ഇല്ലാത്ത കഥാപാത്രങ്ങൾ വന്നു, ഉള്ള കഥാപാത്രങ്ങൾ എവിടെയോ ആയി. അങ്ങനെയാണ് ഓറൽ ട്രാൻസ്മിഷൻ സംഭവിക്കുമ്പോൾ സാധാരണ സംഭവിക്കുക. നമ്മൾ കേട്ടത് മറ്റൊരാളിലേക്ക് കൈമാറുമ്പോൾ സംഭവിക്കുന്ന കാര്യം അതാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ നാം ഏറ്റവും ദുർബലമെന്ന് കരുതുന്ന ഓറൽ ട്രാൻസ്മിഷനിലൂടെ, ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുന്ന സംവിധാനത്തിലൂടെ നിലനിർത്തി എന്ന് പറയുന്നതാണ് ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഓർമ്മ എന്ന പദവുമായി കണക്ട് ചെയ്തുകൊണ്ട് തന്നെ അല്ലാഹു തആല ആ പദം പറഞ്ഞതിൻ്റെ സവിശേഷത നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ചില്ലറ കാര്യമല്ല അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ ആറാഫിൻ്റെ 157 158 ആയത്തുകളിൽ ഹബീബായ തങ്ങളെപ്പറ്റി പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അവിടുന്ന് അന്നബിയുൽ ഉമ്മി എന്നാണ്. ഭൗതികമായ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി വായിക്കാനും എഴുതാനും പഠിച്ചിട്ടില്ലാത്ത വ്യക്തിത്വം. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുന്ന് ഈ കാര്യം എങ്ങനെയാണ് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഖുർആൻ 62-ാം അധ്യായം ജുമുഅ സൂറത്തിൻ്റെ 2-ാമത്തെ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യത്ലു അലൈഹിം ആയാതിഹി. ആരാണ് എഴുത്തും വായനയും അറിയാത്ത ആൾ എന്ത് ചെയ്യുന്നു? യത്ലു അലൈഹിം ആയാതിഹി. പരിശുദ്ധമായ ഖുർആൻ്റെ ആയത്തുകൾ വായിച്ചോതിക്കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് വായിച്ചോതി കൊടുക്കുക? എഴുത്തും വായനയും അറിയാത്ത ആൾ എന്തു നോക്കിയാണ് വായിക്കുക? അത് മറ്റൊരിടത്ത് പരിശുദ്ധമായ ഖുർആനിലെ 25-ാം അധ്യായം ശുഅറായിലെ 193 മുതൽ 195 വരെയുള്ള ആയത്തുകൾ നസല ബിഹി റൂഹുൽ അമീൻ, അള്ളാഹുവിൻ്റെ സന്ദേശവുമായി പരിശുദ്ധമായ ഖുർആനിലെ വാക്യങ്ങളുമായി സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഇത് എവിടെയാണ് വെച്ചു കൊടുത്തത്? അലാ ഖൽബിക്, അങ്ങയുടെ ഹൃദയത്തിൽ അത് മുദ്രണം ചെയ്തു എന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിൽ മുദ്രണം ചെയ്തു കൊടുത്ത ആ ഹൃദയത്തിൽ, സാധാരണ നമ്മൾ മനസ്സിലൊരു കാര്യം ചിന്തിക്കുമ്പോൾ ആ ചിന്തക്ക് ഭാഷയുണ്ടോ? ഞാനിപ്പോൾ ഇവിടെ പ്രസംഗിക്കാൻ വരികയാണ്, അപ്പോൾ എന്നെ നിങ്ങൾ പ്രസംഗിക്കാൻ വിളിച്ചാൽ എനിക്കൊരു മാറ്റർ തന്നാൽ ഞാൻ എന്തൊക്കെ പറയണം എന്നൊക്കെ ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ഞാൻ കുറേ ഒരുക്കൂട്ടിയിരുന്നു. ആ വാക്യങ്ങൾക്ക് എന്തില്ല? ഭാഷയില്ല, അതിന് ഓർഡറില്ല, അതിന് ക്രമമില്ല, അല്ലേ? അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ കലാമ് ചർച്ച ചെയ്യുന്ന കാര്യം പറയുന്നിടത്ത് ഇത് നമ്മളിന്ന് പറയുന്ന പരിശുദ്ധമായ ഖുർആനിലെ മുസ്ഹഫിലെ വചനങ്ങൾ അത് അള്ളാഹുവിൻ്റെ കലാം എന്നല്ല, അള്ളാഹുവിൻ്റെ കലാമിൻ്റെ മേൽ അറിയിക്കുന്ന സൂചകങ്ങളാണ് എന്ന് പറയാൻ ഇന്നൽ കലാമ ലഫിൽ ഫുആദി വ ഇന്നമാ ജുഇലൽ ലിസാനു അലൽ കലാമി ദലീലാ എന്ന കവിതയ്ക്ക് ഉദ്ധരിച്ചിട്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. നമ്മൾ ഈ പറയുന്ന വാക്യങ്ങളില്ലേ, ആ വാക്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ പറയണമെന്ന് ആഗ്രഹിച്ച് സ്വരുക്കൂട്ടിയിരുന്ന ആശയങ്ങളുടെ ഒരു സൂചന മാത്രമാണ്. മനസ്സിലുള്ളതിനെന്തില്ല? ഭാഷയില്ല, ശൈലിയില്ല, ഓർഡറില്ല. പക്ഷേ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഇറക്കി കൊടുത്തതിനെ പറ്റി പറഞ്ഞത് ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ. അങ്ങയുടെ ഹൃദയത്തിൽ സംശുദ്ധമായ അറബി ഭാഷയിൽ കോറിയിട്ട് തരാൻ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽബിലേക്ക് കോറി വെച്ച് കൊടുത്ത ആ വാക്യങ്ങൾ അണുക്കിട്ട തെറ്റാതെ അടുത്തൊരാൾക്ക് കൈമാറി ആര്? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. അവിടുത്തെ ഹൃദയഫലകത്തിൽ നോക്കി അവിടുന്ന് അത് പാരായണം ചെയ്തു തന്നു. ആ പാരായണം ചെയ്തു തന്നപ്പോൾ അത് ഏറ്റെടുത്ത ആളുകളോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇസ്ലാമിലേക്ക് ആദ്യം വന്ന ആളുകൾ അവിടെ വലിയ കവികളെ കാണാനില്ല, വലിയ ബുദ്ധിജീവികളെ കാണാനില്ല, ഓർമ്മയുടെ പേരിൽ വിസ്മയം സൃഷ്ടിച്ച ചരിത്രമുള്ളവരെ കാണാനില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്ലാം സ്വീകരിച്ച ആദ്യമുള്ള ആളുകളൊക്കെ ഫുഖറാക്കളാണ്, സാധാരണക്കാരാണ്, ആട്ടിടയന്മാരാണ്, അങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. ഏതൊക്കെയോ ഗ്രാമവാസികൾ. നമ്മളിപ്പോൾ അറാബ് എന്ന് പറയുന്നത് ഗ്രാമപ്രദേശത്ത് ജീവിച്ചിരുന്ന സ്വഹാബികളെ പറ്റിയാണ് അറാബികൾ എന്ന് പരിചയപ്പെടുത്താറുള്ളത്. ചില ആളുകൾ അതിൻ്റെ ഒരു സെൻസ് കിട്ടാൻ വേണ്ടി, ഞാൻ മനസ്സിലാക്കുന്നത് അത് സ്വഹാബത്തിനോടുള്ള ബഹുമാനക്കുറവുകൊണ്ടൊന്നല്ല, കാട്ടറബികൾ എന്ന് അറാബിന് അർത്ഥം പറയാറുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ പറയുന്ന ആളുകൾ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അത്രയ്ക്കും ഗ്രാമീണ പ്രദേശങ്ങളിൽ നിന്ന് വന്ന ഭൗതികമായ വിദ്യാഭ്യാസ സംവിധാനങ്ങളൊന്നും പരിചയിച്ചിട്ടില്ലാത്ത സാധാരണക്കാർ എന്ന് പറയാനാണ് അവർ ഉദ്ദേശിച്ചത്. അങ്ങനെയൊക്കെയുള്ള ആളുകൾ വിശുദ്ധമായ ഇസ്ലാമിലേക്ക് വന്നു. നോക്കൂ, അവർ കേട്ട് പഠിച്ചിട്ടാണ് അടുത്ത തലമുറക്ക് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു കൊടുത്തത്. ഞാനിപ്പോൾ ഇവിടെ സദസ്സിൽ നിങ്ങൾക്കൊരു വിഷയം ഓതി തന്നു എന്ന് വിചാരിക്കുക. നിങ്ങളിത് കേട്ട് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ ശിഷ്യന്മാരിലൂടെ ഇത് നിലനിൽക്കുന്നതെങ്കിൽ ആ ഏതെങ്കിലും ഒരു ശിഷ്യൻ അടുത്തൊരു തലമുറയിലേക്ക് കൈമാറി കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു പദം മാറ്റം വന്നതായി ഇന്നും ഒരാൾക്കും പറയാനില്ല. അവരിത് ഓർമ്മയിൽ നിന്നാണ് സൂക്ഷിച്ചത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് അല്ലാഹു തആല പറഞ്ഞതിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്. അല്ലാഹു തആല അദ്ദിക്ർ അൽ ഹിഫ്ള് എന്ന് പറയുന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ള നമ്മുടെ മുമ്പിൽ വിരിഞ്ഞു നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കൺതുറന്ന് നോക്കിയാൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളെ പറ്റിയാണ് ഈ പറഞ്ഞത്.
എത്ര സുന്ദരമായിട്ടാണ് സ്വഹാബത്ത് അടുത്ത തലമുറയിലേക്ക് അത് കൈമാറിയത്. നമ്മുടെ നാട്ടിൽ തന്നെ കാസർഗോട്ടുകാരൻ പറയുന്ന ശൈലിയിലല്ല തിരുവനന്തപുരത്തുകാരൻ സംസാരിക്കുക, തൃശ്ശൂർ പറയുന്ന ശൈലിയിലല്ല നമ്മൾ മലപ്പുറത്ത് പറയുന്നത്, കോഴിക്കോട് പോയാലുള്ള ശൈലിയല്ല എറണാകുളത്തുള്ളത്. ഇതുപോലെ തന്നെയാണ് അറേബ്യയും. അവിടെ 100 നാടുണ്ടെങ്കിൽ 100 തരം ഭാഷാ ശൈലികളുണ്ട്. പക്ഷേ പരിശുദ്ധമായ ഖുർആനിൻ്റെ അവതരണ ശൈലിയിൽ ഹബീബായ തങ്ങൾ എങ്ങനെ പഠിപ്പിച്ചോ അങ്ങനെ തന്നെ ഇന്നും അത് നിലനിൽക്കുന്നു. ഓർമ്മയിൽ നിന്ന് ഓർമ്മയിലേക്ക് കൈമാറുക എന്ന സാധാരണഗതിയിൽ മനുഷ്യർ ഏറ്റവും ദുർബലമായ കൈമാറ്റ വഴി എന്ന് മനസ്സിലാക്കിയിട്ടുള്ള അതേ വഴിയിൽ ഏറ്റവും ശക്തമായ സംരക്ഷണം പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തി. അതൊരു വല്ലാത്ത കാര്യം തന്നെയാണ്. അതിന് അന്നും ഇന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്നതിൽ ഓർമ്മശക്തിക്ക് വലിയൊരു പങ്കുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ മതവിശ്വാസികളുണ്ട് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിക്കാണ്. എന്നാൽ ബൈബിൾ തുടക്കം മുതൽ അവസാനം വരെ കാണാതെ പഠിച്ച ഒരു പണ്ഡിതനെങ്കിലും ചരിത്രത്തിൽ ഇന്ന് വരെ ആരും ഉയർത്തി കാണിച്ചതായി നമുക്കറിയില്ല. അങ്ങനെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പലപ്പോഴും ഗൂഗിൾ ചെയ്ത് സെർച്ച് ചെയ്യാറുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകാം, ഇല്ല എന്ന് ഞാൻ തറപ്പിച്ച് പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഉള്ളതായിട്ട് നമുക്കറിയില്ല. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പഠന വിധേയമാക്കാത്ത ഒറ്റ അഡ്വക്കേറ്റും നമ്മളെ നാട്ടിലുണ്ടാവില്ല. നിങ്ങളൊന്ന് ഒരു സെക്കൻഡ് നേരം സങ്കല്പിക്കുക, നമ്മളെ രാജ്യത്തുള്ള ഭരണഘടനയുടെ സകല കോപ്പികളും ഡിജിറ്റൽ ആയിട്ടുള്ള കോപ്പികളടക്കം എല്ലാം എന്തോ കാരണം കൊണ്ട് ഒരു സെക്കൻഡ് അത് നശിച്ചു പോയി എന്ന് സങ്കല്പിക്കുക. അടുത്ത സെക്കൻഡിൽ ഇതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തിരിച്ച് ഇതായിരുന്നു ഇന്ത്യൻ ഭരണഘടന, ഒരു വാക്ക് പോലും വിട്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിനൊന്ന് പുനഃസൃഷ്ടിക്കാൻ കഴിയുന്ന ഒരാളെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അങ്ങനൊരു സംഭവമില്ല. നമ്മുടെ വിക്കിപീഡിയ എല്ലാവർക്കും പരിചയമുള്ളതാണ്. എന്തോ സെർവറിൻ്റെ ഇഷ്യൂ കൊണ്ട് വിക്കിപീഡിയയിലുള്ള സകല വിവരങ്ങളും അങ്ങ് പോയി എന്ന് വിചാരിക്കുക. അടുത്ത സെക്കൻഡ് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാങ്കേതിക വിദ്യ കൊണ്ട് എന്തെങ്കിലും സാധിച്ചാൽ എന്നല്ലാതെ ഒരാളുടെ ഓർമ്മയിൽ നിന്ന് അതെടുത്ത് സമർപ്പിക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ സംരക്ഷിക്കുന്ന 10,000-കണക്കിന് ആളുകളെ എല്ലാ കാലത്തും എല്ലാ ദേശത്തും വെച്ചു എന്നത് പരിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു മഹാത്ഭുതമാണ്. അതുകൂടെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക. പരിശുദ്ധമായ ഖുർആൻ കാണാതെ പഠിക്കുന്ന കാലത്ത് ഞാൻ ഇന്നലെ സെബുക്കെടുക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടികളോട് അറബിയിൽ ഒരു പദം ഇങ്ങനെ ബോർഡിൽ എഴുതി കാണിച്ചു കൊടുത്തിട്ട് ഇതെന്താ വായിക്കാമെന്ന് ചോദിച്ചു. ഫത്ത് കിട്ടില്ല, കെസർ കിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. കുട്ടികൾ കുറേ ആൾക്കാർ ഹായ് എന്ന് വായിച്ചു, കുറേ ആൾക്കാർ ഇങ്ങനെ വേറെ ചില സാധ്യതകളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഹായ് ഒന്നുമല്ല, പിന്നെന്താണ് ജി അ എന്നാണ്. ജി യൗമഇദിൻ ബിജഹന്നം എന്നിടത്ത് ഖുർആനിലേക്ക് പിന്നീട് വായനാ സൗകര്യത്തിന് വേണ്ടി നമ്മൾ തെറ്റാതെ വായിക്കാൻ വേണ്ടി പഠിച്ചിട്ടുള്ള ഫത്തും കെസറും പുള്ളിയും ഹംസയും ഒക്കെ ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മൾ ഇന്ന് തെറ്റില്ലാതെ ജി അ എന്ന് വായിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ അതിൻ്റെ ടെക്സ്റ്റുവൽ പ്രിസർവേഷനും ഓറൽ പ്രിസർവേഷനും അത് ഓതി കൈമാറേണ്ട രീതിയും അതോടൊപ്പം അതിൻ്റെ എഴുത്ത് രീതിയും കൈമാറപ്പെടുന്ന കാലഘട്ടത്തിൽ ഫത്ഹില്ലാതെ കെസറില്ലാതെ ലമ്മില്ലാതെ എന്നിട്ടും ഒരു തെറ്റുപോലും വരാതെ അടുത്ത തലമുറയിലേക്ക് കൈമാറി എന്നത് തന്നെ പരിശുദ്ധമായ ഖുർആൻ്റെ അമാനുഷ്യതകളിൽ ഒന്നാണ്. പരിശുദ്ധമായ ഖുർആൻ തന്നെ ആ കാര്യം പറയുന്നുണ്ട്. സൂറത്തുൽ അങ്കബൂത്തിലെ 49-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ബൽ ഹുവ ആയാതുൻ ബയ്യിനാതുൻ ഫീ സുദൂരില്ലദീന ഊതുൽ ഇൽം. ഫീ കുതുബി എന്നല്ല പറഞ്ഞത്, കിതാബുകളിൽ എന്നല്ല, മനസ്സുകളിൽ ഹൃദയങ്ങളിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള പരിശുദ്ധമായ വചനങ്ങൾ. വില്യം ഗ്രഹാമിൻ്റെ ബിയോണ്ട് ദ റിട്ടൺ വേർഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്, ദ ഖുർആൻ ഇസ് ദ ഓൺലി ബുക്ക് റിലീജിയസ് ഓർ സെക്യുലർ ദാറ്റ് ഹാസ് ബീൻ മെമ്മറൈസ്ഡ് കംപ്ലീറ്റ്ലി ബൈ മില്യൺസ് ഓഫ് പീപ്പിൾ. ലക്ഷക്കണക്കിന് മനുഷ്യർ ലോകത്തുടനീളം കാണാതെ തുടക്കം മുതൽ അവസാനം വരെ പഠിച്ചൊരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് പരിശുദ്ധമായ ഖുർആൻ മാത്രമാണ് എന്ന് ഖുർആനിനെ വിമർശിക്കാൻ വേണ്ടി ഗ്രന്ഥം എഴുതിയവർ സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആരൊക്കെയാണ് കാണാതെ പഠിച്ചതെന്ന് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ത്യയിലും ഇന്തോനേഷ്യയിലും ഉള്ളവർ ജീവിതത്തിൽ ഒരു 2 മിനിറ്റ് പോലും അറബി ഭാഷ സംസാരിക്കാത്ത ആളുകളാണ് ഖുർആൻ പഠിക്കുന്നത്. അവരാണ് കാണാതെ പഠിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്തൊരു ഭാഷ എന്ന് വിചാരിക്കുക, ചൈനീസ് ഭാഷയിലോ ജപ്പാനീസ് ഭാഷയിലുള്ള ഒരു കവിത നിങ്ങൾക്ക് എഴുതി തന്നിട്ട് ഇതൊന്ന് കാണാതെ പഠിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് മോനെ അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കത് പറയാൻ കഴിയും? ഒരു പരിചയമില്ല, ഭാഷയുമായി ഒരു ബന്ധവും ഇല്ലാത്ത ആളുകൾ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മിക്കുന്നു എന്ന് പറയുന്നത് ഖുർആൻ്റെ ഒരു ഇജാസാണെന്ന് പറയാനാണ് ഞാനിത് പറയുന്നത്.
2-3 ദിവസം മുമ്പ് ഒരു മീറ്റിങ്ങിന് വേണ്ടി നമ്മളെ ഫൈസൽ ഹസനി രണ്ടത്താണി സ്ഥാപനത്തിലേക്ക് വന്നപ്പോൾ മർക്കസിൽ മൊയ്തീൻ ബുഖാരി ഉസ്താദിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ചെറിയ 4 വയസ്സായ കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി അമ്മയത്തെ സൂറത്ത് തുടക്കം മുതൽ അവസാനം വരെ ഓതിത്തന്നു. നമ്മളൊരു പക്ഷേ എന്തെങ്കിലും ഒരു കവിത പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെ കേൾക്കാറെന്ന് വെച്ചിട്ട് ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടി നമുക്കൊരു ടെക്നിക്ക് ഉണ്ടാവും. 4 വയസ്സായ കുട്ടിക്ക് എന്ത് ടെക്നിക്ക് വെച്ചിട്ടാണ് ആ കുട്ടി കാണാതെ പഠിച്ചത്? ആവർത്തിച്ച് പാരായണം ചെയ്യുന്നു എന്നതല്ലാത്ത വേറെ എന്തായിരിക്കും ആ കുട്ടി ചെയ്തിട്ടുണ്ടാവുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ 54-ാം അധ്യായം സൂറത്തുൽ ഖലമിൽ 4 തവണ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മിക്കാനുള്ള ടെക്നിക്ക് നിങ്ങൾക്ക് സംവിധാനിച്ചു തരും. നിങ്ങൾ ആരെങ്കിലും കാണാതെ പഠിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് ചോദിച്ചത്. അങ്ങനെയാണ് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല പ്രിസർവ് ചെയ്തത്. ഇനി ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു ചുരുക്കാം, സമയം വൈകിയിട്ടുണ്ട്. എൻ്റെ ശേഷം വേറെയും ഉസ്താദുമാർ അവതരിപ്പിക്കാനുണ്ട്. ഖുർആനിൻ്റെ സ്വാധീന ശക്തി ഒന്ന് നോക്ക്. നമ്മൾ എത്ര തവണ വായിച്ചാലും നമുക്ക് ഒരു മടുപ്പില്ല. ഇപ്പോൾ നമുക്ക് വളരെ സുപരിചിതമായ ഒരു പുസ്തകമാണ് ഇപ്പോൾ ആടുജീവിതം. അതിപ്പോൾ സിനിമ കൂടി ആയപ്പോൾ നമ്മളെല്ലാവരും അതിനെപ്പറ്റി അറിഞ്ഞു. ബെന്യാമീൻ്റെ ആടുജീവിതം. പക്ഷേ ബെന്യാമീൻ്റെ ആടുജീവിതം നിങ്ങളെ കയ്യിലെടുത്ത് തന്നിട്ട് വായിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വായിക്കും? ഒരു തവണ വായിക്കും. 2ാം തവണയോ 3ാം തവണയോ അതേ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് വരും, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ പരിശുദ്ധമായ ഖുർആൻ എത്ര കാലമായി നമ്മൾ ഓതാൻ തുടങ്ങിയിട്ട്? വർഷത്തിൽ 2 തവണ മിനിമം ഖത്മ് ചെയ്യുക എന്നുള്ളത് മുസ്ലിങ്ങൾ പാലിച്ചു പോരുന്ന ഒരു അദബാണ്. എന്തുകൊണ്ട്? ആർക്കും ഒരു മടുപ്പില്ല. എത്ര തവണ ഓതിയാലും ഒരു മടുപ്പില്ല. അത് പരിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് പണ്ടേ ഉസ്താദുമാർ പറയാറുണ്ട്, ഖുർആൻ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ആവർത്തിച്ച് ഓതുക എന്നാണ്. ഖറഅ എന്ന് പറഞ്ഞാൽ വായിച്ചു എന്ന് പറയും. എന്നാൽ ഖുറൂ എന്നൊരു വാക്കുണ്ട്. വൽ മുതല്ലഖാത്തു യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന സലാസത ഖുറൂ. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു അവിടെ സലാസത ഖുറൂ എന്ന് പറഞ്ഞാൽ ആ ഖുറൂ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഒരു സ്ത്രീയുടെ മെൻസസ് പീരീഡും മെൻസസ് കഴിഞ്ഞിട്ടുള്ള ശുദ്ധിയുടെ പീരീഡും രണ്ടും കൂടെ ചേർന്ന് വരുന്നതാണ്. അതിന് ആ പദം ഉപയോഗിച്ചതിൻ്റെ കാരണം എന്താണെന്ന് ഭാഷാ പണ്ഡിതന്മാർ വിശകലനം ചെയ്യുന്നത്, ഇത് സ്ത്രീയുടെ ജീവിതത്തിൽ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നതാണ്. ഇതേപോലെ ആവർത്തിച്ച് വായിക്കപ്പെടുന്നു എന്ന കാരണം കൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ എന്ന പേര് വന്ന് ഒരാൾക്കും ഇന്ന് വരെ അത് വായിക്കുന്നതിൽ ഒരു മടുപ്പും വന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഓരോ തവണയും അത് വായിക്കുമ്പോൾ അതിനോടുള്ള ഇഷ്ടവും സ്നേഹവും അതിൻ്റെ ആഴവും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൂടുതൽ പ്രത്യേകിച്ച് അർത്ഥമറിഞ്ഞ് വായിക്കുന്നവർക്ക് അതിൻ്റെ ഒരു വല്ലാത്തൊരു ഹരം പിടിച്ച ലോകത്തേക്ക് അവർ പോകുന്നതാണ് കാണുന്നത്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ നിന്ന് പഠിച്ച ചെറിയ വിദ്യാഭ്യാസമില്ലാത്ത, ഭൗതിക വിദ്യാഭ്യാസമില്ലാത്ത, അന്നത്തെ പൊതുലോകത്തെക്കുറിച്ച് ബോധമില്ലാത്ത സാധാരണക്കാരായിരുന്ന ആളുകൾ വരെ പരിശുദ്ധമായ ഖുർആൻ അറബിയാണ് എന്നതുകൊണ്ട് ഖുർആനിൻ്റെ അറബി മനസ്സിലാവുകയില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് സാധാരണ എപ്പോഴും കേട്ട് പരിചയമുള്ളതാണ്. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ ഖുർആൻ കേട്ട് അവർ കരയാറുണ്ടായിരുന്നു. അന്നത്തെ ബുദ്ധിജീവികളെയും അത് സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. എത്രയോ ബുദ്ധിജീവികൾ വലീദ് ബിൻ മുഗീറയെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെങ്കിലും ഒന്ന് ഉത്തരം മുട്ടിക്കാമെന്ന് വിചാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംവാദാത്മകമായി ഇടപെടാൻ വേണ്ടി വന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പയായ വലീദ് ബിൻ മുഗീറ അക്കാലത്തെ വലിയ ബുദ്ധിജീവിയും പണ്ഡിതനും കവിയും ഭാഷാശാസ്ത്രജ്ഞനുമാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നിട്ട് സൂറത്ത് ത്വാഹ കേട്ടതിൻ്റെ ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അത് അതിന് വല്ലാത്ത മാധുര്യമാണ് അതിനുള്ളത്, വല്ലാത്ത അർത്ഥസമ്പുഷ്ടമാണ്. അതിങ്ങനെ ശാഖകൾ വിടർത്തി ഫലം പൊഴിച്ചു നിൽക്കുന്ന ഒരു മഹാവൃക്ഷം പോലെയാണ്. എല്ലായിടത്തേക്കും വേരുകൾ പടർത്തി നിൽക്കുന്ന ഒരു സമൃദ്ധമായ ആശയ സമ്പുഷ്ടമായ ഒരു വചനമാണ് ആ ഓതിക്കൊണ്ടിരിക്കുന്നത് എന്നു മാത്രമല്ല അതാണ് വല്ലാത്തൊരു പ്രഖ്യാപനമാണത്. അതെല്ലാ കാലത്തും മുകളിലേക്ക് പോകും. അതിന് ഒരിക്കലും ഒരാൾക്കും തകർക്കാൻ കഴിയില്ല. ആരാ പറയുന്നത്? ശത്രുപക്ഷത്തെ നേതാവ്. ആരാണ്? അന്നത്തെ അറിയപ്പെട്ട നേതാവ്. എല്ലാത്തരം ഭാഷാ ഇനങ്ങളിലും പരിചയമുണ്ടായിരുന്ന അന്നത്തെ ബുദ്ധിജീവിയും പണ്ഡിതനുമായ ഒരാൾ പറയുകയാണ്, ഇതിനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല എന്ന്. ആ ഒരു സ്വാധീന ശക്തി അന്നത്തെ സാധാരണക്കാരനെയും അന്നത്തെ പണ്ഡിതനെയും അത് സ്വാധീനിച്ചെങ്കിൽ ഇന്നും അങ്ങനെയാണ്. പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് ഇരുന്ന് കരയുന്ന എത്രയോ ഉപ്പമാരെയും ഉമ്മമാരെയും നമുക്കറിയാം. അവർക്ക് അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടല്ല, പക്ഷേ അതിനോടുള്ള ഭക്തി പുരസ്സരം അതിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അത് അവരുടെ ഉള്ളിൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ആ ഈമാനിൻ്റെ ബഹിർസ്ഫുരണം ഇങ്ങനെ കണ്ണിലൂടെ ധാരയായി ഒഴുകുന്ന എത്രയോ ഉപ്പമാരെ നമുക്കിന്ന് പരിചയമുണ്ട്. അതുപോലെ
അതുപോലെ തന്നെ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരും ബുദ്ധിജീവികളും ഖുർആനിലെ ആയത്തുകൾ കണ്ട് അതിൻ്റെ ശാസ്ത്രീയമായ കൃത്യത കണ്ട് അതിൻ്റെ ചരിത്രപരമായ കൃത്യത കണ്ട് അതിലെ ഓരോ വാക്യങ്ങളിലും ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള അർത്ഥഗർഭമായ പദപ്രയോഗങ്ങളുടെ സമ്പുഷ്ടത കണ്ട് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ഇന്നും വന്നുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ. എല്ലാ കാലത്തും ഇങ്ങനെയാണ്. സാർവജനീനം എന്നൊരു കാര്യത്തെപ്പറ്റി പറഞ്ഞാൽ അതിൻ്റെ സ്വാധീന ശക്തി ഇങ്ങനെയാണ്. ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ്, ഈ വൈദ്യസ്മാരകത്തിൻ്റെ ബാക്കിൽ നിങ്ങൾ കുഴിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊരു 100 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ആൾ തുണിയും കുപ്പായം മാറ്റി ഇറങ്ങുമെന്ന് എനിക്കറിയില്ല. എന്നാൽ 1000 കിട്ടുമെന്ന് പറഞ്ഞാലോ, ഒന്നുകൂടെ ഒരു സ്റ്റെപ്പ് ഉയർത്തി 10,000 കിട്ടുമെന്ന് പറഞ്ഞാലോ, വേണ്ട ഇതിൻ്റെ ബാക്കിൽ വലിയ നിധിയുണ്ട് എന്ന് പറഞ്ഞാലോ, അപ്പോൾ പിന്നെ ഉറക്കവും പ്രശ്നമല്ല, ഭക്ഷണവും പ്രശ്നമല്ല, നിസ്കാരവും പ്രശ്നമല്ല, യാത്രയും പ്രശ്നമല്ല, ഒരു തിരക്കുമില്ല, നമ്മൾ മെനക്കെട്ടിറങ്ങും അല്ലേ? അങ്ങനെയാണ് പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് നമ്മൾ എത്ര കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണോ അതിനെ സമീപിക്കുന്നത്, അതുപോലെയാണ്. ചില ആളുകൾ പറയും, ഞാൻ തുടക്കം മുതൽ അവസാനം വരെ വായിച്ചിട്ട് പ്രത്യേകിച്ചും പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല എന്നൊക്കെ പറയും. ആ പറയുന്നത് നമ്മൾ എങ്ങനെ സമീപിച്ചു എന്നുള്ളതാണ്. കടൽ കാണാൻ പോകുമ്പോൾ ദൂരെ നിന്ന് കാണാം, വേണമെങ്കിൽ തിരമാല ഇറങ്ങി വരുന്നിടത്ത് ഇറങ്ങി നിന്നിട്ട് കാലിലൊക്കെ ഒന്ന് വെള്ളം നനച്ച് പോരാം, അല്ലെങ്കിൽ ഹെലികോപ്റ്ററിലോ ഫ്ലൈറ്റിലോ മുകളിൽ നിന്ന് പോയിട്ട് താഴേക്ക് നോക്കി കാണാം. ചില ആളുകൾ കടലിൻ്റെ അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോയി അവിടുന്ന് മുത്തുമണികൾ തപ്പിയെടുത്ത് വരും. ഈ എല്ലാവർക്കും പറയാം ഞാൻ കടൽ കണ്ടിട്ടുണ്ട് എന്ന്. എന്നാൽ പരിശുദ്ധമായ ഖുർആൻ അങ്ങനെയാണ്. നിങ്ങൾ അതിനെ എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ എത്രത്തോളം ആഗ്രഹിച്ചുകൊണ്ടാണോ അതിൻ്റെ അടുത്തേക്ക് പോകുന്നത്, അത്രയും അതിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന വിധത്തിൽ അതൊരു വിസ്തൃതമായ ഒരു മഹാസമുദ്രമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഞാനാണ് ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾക്ക് അർത്ഥം പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു കൊല്ലം കൊണ്ട് പരിപാടി തീർന്നിട്ടുണ്ടാവും. ഷാഫി ഉസ്താദ് അത് പറഞ്ഞപ്പോൾ 23 വർഷം വേണ്ടി വന്നത് കംപ്ലീറ്റ് ചെയ്യാൻ. ഖുർആൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ല 32 വാള്യങ്ങളുള്ള തഫ്സീറാണ് പരിശുദ്ധമായ ഖുർആൻ എഴുതിയത്. അതിൻ്റെ 1-ാമത്തെ വാള്യം പൂർണ്ണമായി അൽ ഫാത്തിഹ മാത്രം പറയാനാണ് ചിലവഴിച്ചത്. എൻ്റെ അടുത്തുള്ള കോപ്പിയിൽ 235 പേജാണ് 1-ാമത്തെ വാള്യം. നമ്മൾ 235 പേജ് ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഖുർആൻ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. അതങ്ങനെ സമീപിക്കുന്നവർക്ക് അങ്ങനെയാണ്. ഇബ്നുൽ ഖയ്യിമിന് മദാരിജുസ് സാലിഖീൻ എന്ന് പറയുന്നൊരു കിതാബുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ആയത്തിൻ്റെ വിശദീകരണം പറയാൻ വേണ്ടി മാത്രം 4 വാള്യങ്ങളുള്ള ആയിരക്കണക്കിന് പേജുകൾ അദ്ദേഹം എഴുതിയെങ്കിൽ അതിന് നമ്മൾ എങ്ങനെയാണോ സമീപിക്കുന്നത് അത്രയേറെ വിപുലമായ അർത്ഥസാഗരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പരിശുദ്ധമായ ഖുർആൻ. ഇത് ലോകത്തെ വേറെ ഒരു പുസ്തകത്തിനും നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യാഖ്യാന സാധ്യതയും അത്ര അർത്ഥഗർഭമായി നിൽക്കുന്ന സമ്പുഷ്ടമായി നിൽക്കുന്ന ആശയലോകവും തുറന്നു കാണിക്കാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. പിന്നെ ചില ആയത്തുകളൊക്കെ കണ്ടുപോയാൽ ഇത് ഇന്നോ ഇന്നലെയാണ് ഇറങ്ങിപ്പോയതാന്നൊക്കെ തോന്നിപ്പോവും. കാരണം നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ചില പുതിയ ശാസ്ത്രീയമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പുരാതന കാലത്തിൽ എന്തെങ്കിലും കാര്യങ്ങളെ കണ്ടെത്തിയതായി ആർക്കിയോളജിക്കൽ പഠനങ്ങൾ വരുമ്പോൾ അപ്പോഴൊക്കെ കാണാം ഉസ്താദുമാർ ചിലപ്പോൾ അതിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ചില ആയത്തുകൾ ഇങ്ങനെ ഓതുന്നത്. അപ്പോൾ ഇവിടെയുള്ള ചില യുക്തിവാദികളും നിരീശ്വരവാദികളൊക്കെ ചോദിക്കാറുണ്ട്, എന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്താ ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ, അന്നൊന്നും വെളിപ്പെടാത്ത കാര്യങ്ങൾ പിന്നീട് വെളിപ്പെടുമോ എന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകളുണ്ട്. പരിശുദ്ധമായ ഖുർആൻ്റെ ഇജാസാണത്. ഏത് കാലത്തെയും മനുഷ്യൻ്റെ വൈജ്ഞാനികമായ അവബോധങ്ങളിൽ നിലപാടുള്ള തറയിൽ നിന്നിട്ടാണ് അയാൾ സംസാരിച്ചതെങ്കിൽ അയാളുടെ ബുദ്ധിയോട് കലഹിക്കാത്ത ഒരു സമീപനമാണ് വിശുദ്ധമായ ഖുർആനുള്ളത്. 1800കളിൽ ഭൂമി ഉരുണ്ടിട്ടാണെന്ന് പറയുന്നതിന് മുമ്പ് ഭൂമി പരന്നിട്ടാണെന്ന് പറയുന്ന കാലത്ത് പരിശുദ്ധമായ ഖുർആൻ വായിച്ച ഒരാൾക്കും അതിനെതിരെ ഒരു പ്രസ്താവന ഖുർആനിൽ കണ്ടില്ല. ഭൂമി ഉരുണ്ടിട്ടാണ് എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ അന്ന് ഖുർആൻ എടുത്തു നോക്കിയപ്പോൾ ഭൂമി ഉരുണ്ടിട്ടാണ് എന്ന ആശയത്തെ സ്ഥാപിക്കുന്നതല്ലാതെ അതിനെ പൊളിക്കുന്ന ഒരു പ്രസ്താവന കാണുന്നില്ല. ഖുർആന്റെ ആശയ വിപുലതയാണത്. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അപ്പരായത്താണ്ട് ഇറങ്ങിയതാണെന്ന് തോന്നിക്കുന്ന എത്രയോ സംഭവങ്ങളുണ്ട്. ഇത് ഇന്നും നിലയൊന്നും തുടങ്ങിയതല്ല. സ്വഹാബത്തുൽ കിറാമിന്റെ കാലം മുതൽ നമുക്ക് കാണുന്ന കാര്യമാണ്. നമുക്കറിയാവുന്നൊരു സംഗതിയുണ്ട്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മുത്തുനബി തങ്ങൾ മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ ജീവൻ ഞാൻ എടുക്കുമെന്ന്. ഒന്ന് നോക്ക്, ഉമർ റളിയല്ലാഹു അങ്ങനെ ഇസ്ലാമിലേക്ക് വന്നത് മുത്തുനബി ഖുർആൻ ഓതുന്നുണ്ട് കേട്ടാൽ ഞാൻ ജീവനെടുക്കുമെന്ന് പറഞ്ഞിട്ട് വന്ന ആളാ. ആ ആള് പരിശുദ്ധമായ ഇസ്ലാം സൃഷ്ടിച്ച ഖുർആൻ സൃഷ്ടിച്ച സൂറത്ത് ത്വാഹ കേട്ടിട്ട് ഹൃദയത്തിലുണ്ടായ പരിവർത്തനം കൊണ്ട് മുത്തുനബി മരിച്ചു എന്ന് പറഞ്ഞാൽ തലയെടുക്കും എന്ന് പറയുന്ന തരത്തിലേക്ക് ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ മനംമാറ്റമുണ്ടായി, പരിവർത്തനമുണ്ടായി. ഹൃദയത്തിൽ ഖുർആൻ സൃഷ്ടിച്ചിട്ടുള്ള ആന്തോളനമാണത്, മാറ്റമാണത്, പ്രതികരണമാണത്. ഞാൻ അവിടെ അത് പറയാനല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ ഭൗതിക നിയോഗത്തിന് വിരാമമായിരിക്കുന്നു എന്ന വാർത്ത ഉൾക്കൊള്ളാൻ കഴിയാതെ അതിനെ
അതിനെ മനസ്സിലാക്കാൻ കഴിയാതെ പലതരത്തിൽ പല സ്വഹാബികൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം ഇങ്ങനെയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു വിവരം അറിഞ്ഞു വരുന്ന ആ രംഗമൊക്കെ നിങ്ങൾ എത്രയോ തവണ വഅളുകളും മറ്റും കേട്ടതായിരിക്കും. ബഹുമാനപ്പെട്ടവർ കയറി വന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിട്ടിരുന്ന തുണി അല്പം മാറ്റി അവിടുത്തെ തിരുമുഖത്ത് ഒന്ന് ചുംബിച്ചുകൊണ്ട് പുറത്തിറങ്ങി വന്നിട്ട് അവിടെ ഇങ്ങനെ കോലാഹലമായി നിൽക്കുന്ന ആ അന്തരീക്ഷത്തിൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സദസ്യരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു ഖുത്ബ നടത്തുന്നുണ്ട്, ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. പ്രസംഗം എന്ന് സാങ്കേതികമായി പറയാവതല്ലെങ്കിലും എല്ലാവരെയും ശാന്തരാക്കാനുള്ള ഒരു ഉപദേശം. ആ ഉപദേശത്തിൽ പരിശുദ്ധമായ ഖുർആൻ നിന്ന് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റസൂൽ അഫ ഇമ്മാ തഔ ഖുതില ഖലബ്തും അലാ അഖാബിക്കും എന്ന് പറയുന്ന ആയത്താണ് ഉദ്ധരിച്ചത്. സൂറത്ത് ആലു ഇമ്രാനിലെ 144-ാമത്തെ വചനം അത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പൂർവ്വകാലത്ത് ജീവിക്കുകയും മരിക്കുകയും ചെയ്തു മുർസലീങ്ങളെ പോലെ തന്നെ ഒരു റസൂലാണ്. ഹബീബായ റസൂലും റസൂൽ തന്നെയാണ്, മനുഷ്യനാണ്, മരിക്കും, സ്വാഭാവികമാണ്. അതേസമയം അവിടുന്ന് മരണപ്പെടുകയോ അതല്ല കൊല ചെയ്യപ്പെടുകയോ ചെയ്തു എന്ന് വിചാരിക്കുക, അപ്പോഴൊക്കെ ഇതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞു പോകുമോ നിങ്ങൾ എന്ന് ചോദിക്കുന്ന വിശുദ്ധമായ ഖുർആന്റെ വാക്യം അത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിന് ആശ്വാസമായി. അവിടുന്ന് മനസ്സിന് ആശ്വാസമായെന്ന് മാത്രമല്ല, മൂപ്പരൊന്ന് തണുത്തു. ആ മരണം അവിടത്തേക്ക് ഉണ്ടായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക മാത്രമല്ല, ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവനയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഫലക അന്നീ ലം അഖ്റ ഇല്ലാ യൗമഇദിൻ. ഞാൻ ഈ ആയത്ത് ആരാണ്? ഖുർആനിന്റെ 40 പകർത്തിയെഴുത്തുകാരിൽ ഒരാളാണ് ആര്? സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. ഖുർആൻ മുത്തനബി തങ്ങളിൽ നിന്ന് കേട്ടെഴുതി സംരക്ഷിക്കുന്നതിൽ, ഖുർആന്റെ സംരക്ഷണത്തിൽ ഏറ്റവും അധികം മുമ്പന്തിയിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇങ്ങനൊരു ആയത്ത് ഇതിന്റെ മുമ്പ് ഞാൻ ഓതിയിട്ടുണ്ട് പോലും എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന പോലെയാണ്. ഖുർആന്റെ സ്വാധീന ശക്തിയാണ്. നമുക്കറിയാം, അത് ഉഹുദ് യുദ്ധം ഉണ്ടായ സന്ദർഭത്തിൽ, ഉഹുദ് യുദ്ധത്തിൽ ഹബീബായ തങ്ങൾ ഷഹീദായിട്ടുണ്ട് എന്ന ഒരു കിംവദന്തി പറഞ്ഞപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞു, നമുക്ക് ഉബയ്യ് ബിൻ സലൂലിൻ്റെ പോയിട്ട് എങ്ങനെയെങ്കിലും ഓനും ശത്രുക്കളും തമ്മിലൊരു ബന്ധമുണ്ട്, ഓരോരോ അഡ്ജസ്റ്റ്മെൻറ്റിന് പറയാമെന്ന് പറയാൻ. വേറെ ചില ആളുകൾ മരിച്ചു പോകുന്ന റസൂലിനെയാണ് നമ്മൾ പിൻപറ്റിയെങ്കിൽ നമുക്കങ്ങ് തിരിച്ചു പോകാമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ സന്ദർഭത്തിൽ 8 വർഷം മുമ്പ് ഇറങ്ങിയ ആയത്താണ് അത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇറങ്ങിയതുകൊണ്ട് അവിടെ എല്ലാവർക്കും ചർച്ചയായ വിഷയമാണ്. മുത്തുനബി തങ്ങൾ ഷഹീദായി എന്ന കിംവദന്തി പരന്ന സമയത്ത് ഇറങ്ങിയ മറുപടി ആയതുകൊണ്ട് പണ്ഡിതരല്ലാത്തവർക്ക് പോലും സുപരിചിതമാണ്. അങ്ങനത്തെ ഒരു ആയത്തിനെ പറ്റിയ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇതിപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെയുണ്ട്. അങ്ങനെയാണ് പുതിയൊരു കോണ്ടെക്സ്റ്റ് വരുമ്പോൾ ആ കോണ്ടെക്സ്റ്റിനോട്, ഒരു സാഹചര്യത്തോട് പ്രതികരിക്കാനുള്ള ഖുർആനിൻ്റെ അപാരമായ ശൈലി, ആ ഒരു ശൈലി വല്ലാത്തൊരു അത്ഭുതമാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് റൂമിലും സുമറിലും അതുപോലെ അൽ കഹ്ഫിലും ഇസ്രായിലും ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്. വലഖദ് ദറബനാ ലിന്നാസി വലഖദ് ദറബനാ ഫിൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസൽ. എല്ലാ തരത്തിലുള്ള ഉദാഹരണങ്ങളും പരിശുദ്ധമായ ഖുർആൻ നടത്തി വെച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും എല്ലാ മനുഷ്യർക്കും പറ്റുന്ന അനേകം ഉദാഹരണങ്ങൾ. ഞാൻ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ചൊക്കെ വളരെ ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.